ഹലോ, വെൽക്കം ബാക്ക് ടു. അപ്പം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാത്രത്തിനകം ശുദ്ധീകരിക്കൽ അല്ലെങ്കിൽ ഉള്ളിലെ ശുദ്ധീകരണം എന്നുള്ളൊരു വിഷയത്തോട് ബന്ധത്തിലാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചാണ്. അതായത് നമ്മൾ ആ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലെ ശുദ്ധീകരണം അല്ലെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് യഥാർത്ഥമായി ദൈവം അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചിന്തിക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ അല്ലെങ്കിൽ ഈ ഭൗതിക മനുഷ്യൻ എന്ന് പറയുന്നതൊരു നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആദ്യത്തേത് എന്ന് പറയുമ്പോൾ അതൊരു പ്രാകൃതമാണ്, ഒരു ഭൗതികമാണ്. അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജഡമയനായ അല്ലെങ്കിൽ ജഡികമായ കാര്യത്തിൽ നിന്ന് അവൻ്റെ അകത്തേക്ക് ഒരുവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്മീകമായത് അല്ലെങ്കിൽ ആത്മാവ്, അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വാക്യമാണ് ആദ്യം നമ്മൾ ഈ വിഷയത്തോട് ബന്ധത്തിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. യോഹന്നാൻ 4:24 വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലുമാണ് നമസ്കരിക്കണം. അപ്പോൾ ശരിക്കും എന്താണ് ആ നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നത് അവൻ ആത്മാവാണ്. അവൻ ആത്മാവാകുന്നു. അപ്പോൾ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നതെല്ലാം എന്താണ്? ആത്മീയമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ളത് അല്ലെങ്കിൽ ഈ ലോകം അവനെ പ്രസാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ലോകത്തിൽ ദൈവം ഈ ലോകം നിർമ്മിച്ചതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൈവേലകളാണ് നമ്മൾ കാണുന്നതെല്ലാം, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഇതെല്ലാം വെച്ചിരിക്കുന്നത് എന്തിനാണ്? അവന് യഥാർത്ഥമായി അല്ലെങ്കിൽ ആത്മീകമായി അല്ലെങ്കിൽ അവനിലേക്ക് തിരിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ കൈകളാൽ നിർമ്മിച്ചൊരു ദേവാലയത്തിൽ അവൻ വസിക്കുവാൻ അവനാണ് ഈ ലോകം നിർമ്മിച്ചവൻ. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ കൈകളാൽ പണിത ആ ഒരു ദേവാലയത്തിൽ വസിക്കാൻ അല്ലെങ്കിൽ ഒതുങ്ങുന്നവനാണോ അവൻ? നമ്മളത് ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സൃഷ്ടിപ്പെടുത്ത വലിപ്പവും തികവുമേറും മന്ദിരത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ ക്രിസ്തു എന്ന് പറയുന്നത് അവൻ വരുവാനുള്ളൊരു മഹാപുരോഹിതനായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ വന്നിട്ടാണ് കൈപ്പണിയില്ലാത്ത, എന്ന് വെച്ചാൽ എന്താണ്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ വലിപ്പവും തികവുമേറിയ മന്ദിരത്തിൽ അവൻ പ്രവേശിച്ചു. അപ്പോൾ എന്നേക്കൊരു വീണ്ടെടുപ്പ് അവൻ നേടിയെടുത്തു. അവൻ സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മളെയും കൂടി അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അവനിലേക്ക് തന്നെ നോക്കും. അവൻ്റെ ആത്മാവ് അത് ദൈവവുമായി ബന്ധമുള്ളതാണോ എന്ന് നമ്മളെല്ലാവരും മരിച്ചവരായിരുന്നു ഒരിക്കൽ. നമുക്ക് ജീവൻ തന്നത് ജഡത്തിലാണ് നമ്മൾ മരിച്ചത് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്, നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ആ ജഡത്തിലേക്കല്ല നോക്കുന്നത്, ഒരുവൻ്റെ ആത്മാവിലേക്കാണ്. ആ ആത്മാവ് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ മരിച്ചവനാണ്. അവൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവം കാണുന്നില്ല. ആത്മാവ് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് അവൻ ദൈവവുമായിട്ട് അല്ലെങ്കിൽ അവൻ ശരിക്കും ജീവനുള്ളൊരു വസ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആരംഭത്തിൽ അതായത് ഒരു ദൈവ സാദൃശ്യത്തിലിരിക്കെ അവൻ മെനഞ്ഞുണ്ടാക്കിയതാണ് മനുഷ്യനെ. ഒരു ഭൗതിക മനുഷ്യനെയാണ് അവൻ ഉണ്ടാക്കിയത്. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലാണ് മനുഷ്യനെ മെനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ തിരിഞ്ഞത് പാപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാപത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മരണം ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ ഒരു പാപത്തിൻ്റെ ശമ്പളമായിട്ടാണ് മരണം ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അവർ ഭൗതികമായിട്ട് മരിച്ചില്ല, അവർ ആത്മാവിലാണ് അവർ മരിച്ചത്. അപ്പോൾ തിരിഞ്ഞ് ദൈവത്തിലേക്ക് ആ ഒരു ബന്ധം വരുവാൻ ദൈവം പദ്ധതികൾ തുടങ്ങി. ആ ഒരു പദ്ധതി പ്രകാരം അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ പ്രകാരമാണ് കർത്താവ് യഥാർത്ഥം ആ തക്ക സമയത്ത് അവൻ ഭൂമിയിൽ മനുഷ്യനായി വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ്. ഇതെല്ലാം തിരുവെഴുത്തുകൾ പ്രകാരമാണ്. അവനൊരു പദ്ധതി ഒരുക്കി മനുഷ്യനെ വീണ്ടും തിരിച്ച് ദൈവത്തിലേക്ക് ആത്മാവ് ദൈവത്തിലേക്ക് ബന്ധമുള്ളതാക്കുവാൻ വേണ്ടി. അപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിലും അതിനായി ഒരുക്കിയ പദ്ധതികളാണ് വചനം മുഴുവനായിട്ട് നമുക്ക് കാണുന്നത്. ഓരോ കാലഘട്ടത്തിൽ അവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഈ മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ, പാപത്തിലേക്ക് വീണുപോയ അല്ലെങ്കിൽ പാപിയായി തീർന്നൊരു മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ചെയ്ത പദ്ധതി, അതാണ് നമ്മൾ വചനത്തിൽ ആ കാലഘട്ടത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ദൈവത്തോട് ബന്ധപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കും.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ജഡത്തിൽ നിന്ന് ആ മനുഷ്യൻ തിരിയണം, ജീവനത്തിലേക്ക് തിരിയണം, അല്ലെങ്കിൽ മനുഷ്യൻ ആ തിരിച്ചിൽ എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് തിരിയണം എന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലെ മാനസാന്തരം വരണം. പാപം എന്നുള്ള ദൈവം ഒരിക്കലും പാപത്തിൽ വസിക്കില്ല. കാരണം എന്താണ്? അവൻ നീതിമാനാണ്, അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ അവൻ ഇരുളിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ തിന്മയായ ഒന്നിലും അവൻ ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ മുഖം കണ്ട്, അല്ലെങ്കിൽ ഒരു സ്വന്തം ജനത്തെ, ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു സ്വന്തം ജനത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം അതിനായിട്ടാണ് ക്ഷമയോടെ അവൻ കാത്തിരുന്നത്. ഈ ഒരു വ്യക്തിയും, അവൻ ഈ ഭൂമിയിലായിരുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ദീർഘക്ഷമ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ, ഇപ്പോൾ ദൈവം ഈ ഭൂമി അല്ലെങ്കിൽ ഈ സർവ്വതും സൃഷ്ടിച്ച് അവൻ ആ ആരംഭത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രം, അല്ലെങ്കിൽ ചുരുങ്ങിയ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നിഷ്കളങ്കമായി മനുഷ്യന് ഈ ഭൂമിയിൽ വസിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ അവർ പുറത്താക്കിയ ശേഷം മനുഷ്യൻ എന്താണ്, അവൻ്റെ ആ മനസ്സാക്ഷി അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ആത്മാവ് അത് ശുദ്ധിയുള്ളതായി തിരിച്ച് ദൈവത്തിലേക്ക് പോയി. കാരണം അവൻ ദൈവത്തിൽ നിന്നാണ് അവിടെ കട്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് അവൻ വേർപെട്ടുപോയി, മരിച്ചുപോയി, ആത്മാവിൽ അവൻ മരിച്ചുപോയി. അപ്പോൾ അതിലേക്ക് വീണ്ടും ആ ഇരുട്ടിലേക്ക് പോയ, അല്ലെങ്കിൽ ആ പാപത്തിലേക്ക് വീണുപോയ ആ ജനത്തെ അല്ലെങ്കിൽ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഏദൻ തോട്ടത്തിൽ നിന്ന് ആ മനുഷ്യനെ അല്ലെങ്കിൽ പുറത്താക്കിയപ്പെട്ട ശേഷം മനുഷ്യൻ എന്താണ്, അവൻ്റെ മനസാക്ഷിക്കും അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന തത്വങ്ങൾക്ക് എതിരെയാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായ ായിരുന്നു പിന്നെ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതായത് അവരുടെ ഇഷ്ടവും കൂടി എന്താണ് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു മനുഷ്യവർഗം എന്ന് പറയുന്നത് എന്താണ്, ഇരുട്ടിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി 6:3 നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ ജഡം തന്നെയല്ലോ. അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ഈ തിന്മകളെല്ലാം പ്രവർത്തിക്കുന്നത്. ജഡം ഭൗതിക കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് പാപത്തിലേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾ മുഴുവനും ഒരു അല്പനേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ഭൗതികമായിരിക്കും. അപ്പോൾ അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം വസിച്ചാൽ, ആ ഒരു ജഡത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാൽ മാത്രമേ അവന് നന്മ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് ദൈവം പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവൻ്റെ ആത്മീകമായ കണ്ണുകൾ തുറക്കുവാൻ, ആ ആത്മീക ചിന്തയിലേക്ക് അവനെ മാറ്റുവാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലപ്രളയം, ഇപ്പം നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ലോകത്തിൽ ഇപ്പം മനുഷ്യൻ ഉണ്ടാക്കിയതിന് വരെ ദൈവം അനുദപിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജലപ്രളയം അത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ തുടക്കമാണ് ദൈവം കുറിച്ചത്. അപ്പോൾ ദോഷകരമായ പ്രവൃത്തികളാൽ ദൈവം തന്നെ അനുദപിച്ചു പോയി മനുഷ്യനുണ്ടാക്കിയാൽ. അപ്പോൾ പിന്നീട് എന്തായി, അവരുടെ മനസ്സിലത് ഓർമ്മയായി. ദൈവത്തിൻ്റെ കോപം അല്ലെങ്കിൽ ആ ഒരു ദൈവം മനുഷ്യനെ ഈ തിന്മകൾ കൊണ്ട് ഭൂമി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ അതിനുള്ളൊരു പരിഹാരം. അപ്പോൾ അന്ന് നോഹയും കുടുംബവും ദൈവത്തിൻ്റെ കൽപ്പനകൾ കേട്ടനുസരിക്കുന്നവർക്ക് ഏത് കാലഘട്ടത്തിലും രക്ഷയുണ്ട്. അപ്പോൾ യഥാർത്ഥമായ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, ഇല്ല എങ്കിൽ നശിഞ്ഞു പോകും എന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ പിന്നീട് അതൊരു മുൻകുറിയായി സ്നാനത്തിലേക്ക്, പുതിയ ഒരു ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യനെ വീണ്ടെടുത്ത് എന്നതിനൊരു മുൻകുറിയായിരുന്നു അന്നത്തെ ആ ജലപ്രളയം എന്ന് പറയുന്നത്. പിന്നീട് അത് രക്ഷയിലേക്ക് വരുമ്പോൾ അത് കാണിച്ചു തരികയാണ്, എങ്ങനെയാണ് നമ്മൾ വീണ്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടാൻ, നമുക്കും ആ ഒരു രക്ഷ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കിക്കാൻ ദൈവം മുൻകാലങ്ങളിൽ പാപത്തെ ശമ്പളം മരണം തന്നെയാണ്, അത് ദൈവം മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലൂടെ തന്നെ, വചനത്തിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വാസം, അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് വിശ്വാസം വേണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുമുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആ ഓരോ പടിപടിയായിട്ട് കൊണ്ടുവന്ന രക്ഷയെ, അല്ലെങ്കിൽ ഒരു പാപം
ഭൂമിയിലേക്ക് വന്നു. അത് ജഡത്തിൽ വന്ന ആ ജഡത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മീകമായത്, അല്ലെങ്കിൽ ആത്മീകമായ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ആ ഒരു ജീവനെ നൽകുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ളൊരു പ്രതിമയാണ്. അപ്പോൾ ഈ മണ്ണ് കൊണ്ടുള്ള ഈ ഒരു പ്രതിമയെ ദൈവം, ആ സ്വഭാവത്തെ ദൈവം നമ്മിൽ നിന്ന്, ആ ഒരു സ്വഭാവം നമ്മിൽ മാറി അവൻ്റെ ആത്മീയമായ മന്ദിരമായി മാറാൻ, നമ്മുടെ ഈ ഭൗതികമായ ശരീരം അവൻ്റെ ഒരു ആത്മീയ മന്ദിരമായി മാറുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അവനിഷ്ടമുള്ളതാകാൻ, ആത്മീയമായ കണ്ണുകൾ തുറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു മുഖാന്തരമാണ് ഇതെല്ലാം നമുക്ക് രക്ഷയിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ നമ്മളും ഇന്ന് ഇപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. അതായത് ദൈവത്തിൽ നിന്നാണ് അവൻ ജനിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ 1 കൊരിന്ത്യർ 15:47-48 നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ജഡികമായിട്ട് ജനിക്കുന്നവർ എല്ലാവരും എന്താണ്? ഒരു ജഡിക പ്രവൃത്തി അവരിൽ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ നമ്മളത് തിരിഞ്ഞ് കർത്താവിൽ നിന്ന് ജനിക്കുക, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ രൂപത്തോട് നമ്മൾ അനുരൂപരാകുമ്പോൾ നമ്മിൽ എന്താണ്? ഒരു സ്വർഗീയന്റെ സ്വഭാവമായി തീരും. അപ്പം നമ്മളിൽ മണ്ണിൽ നിന്നുള്ള, അല്ലെങ്കിൽ ജഡീകനായ ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവൃത്തിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തിരിഞ്ഞ് കർത്താവിനോട് രൂപാന്തരപ്പെട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു സ്വർഗീയനെ പോലെ ആകുവാൻ, ഒരു സ്വർഗീയന്മാരായി തീരുവാനാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ മണ്ണുകൊണ്ടിൻ്റെ പ്രതിമയെ നമ്മൾ ധരിച്ചതുപോലെ ഇന്ന് നമ്മൾ സ്വർഗീയ, അല്ലെങ്കിൽ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 15:48-49 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാം മനുഷ്യനായ ആദാം എന്താണ്? അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഒടുക്കത്തെ ആദാം എന്തായി? ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം, ഈ ഒരു വാക്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. 1 കൊരിന്ത്യർ 15:45-49 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് ആദിത്യത എന്തായിരുന്നു? ആദ്യം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഭൗതികമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭൗതിക ചിന്ത, ഒരു ജഡിക മനുഷ്യൻ്റെ സ്വഭാവമായിരുന്നു ഒന്നാം ആദം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതെന്താണ്? ആത്മീകമാണ്. അപ്പോൾ രണ്ടാം ആദം, അല്ലെങ്കിൽ രണ്ടാമൻ എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മീകമാണ്. അത് സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ്റെ രൂപമാണ്. അവിടെ ജഡിക പ്രവൃത്തിയില്ല, അവിടെ ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു മനുഷ്യനാണ് അവന് ദൈവത്തിൻ്റെ, ഇപ്പോൾ ഒരു ഭൂമിയിൽ ഒരു ആണും പെണ്ണും വിവാഹമാകുമ്പോൾ അവർക്ക് മക്കളുണ്ടാകുമ്പോൾ, ഒരു കുടുംബമായി തീർന്നവർക്ക് മക്കളുണ്ടാകുമ്പോൾ എന്താണ് അത്? ആ ജനിക്കുന്നത് ഒരു ജഡിക ബന്ധത്തിൽ നിന്നാണ്. അതായത് ആ അപ്പൻ്റെ അമ്മയുടെ ആ ഒരു ചേർന്ന് പറ്റുന്ന ആ ഒരു ജീവിതത്തിൽ, അവരുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ അവർക്ക് സന്തതികൾ ഉണ്ടാകുമ്പോൾ എന്താണ്? അതൊരു ജഡികമായിട്ടുള്ള തലമുറകളാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയാകാൻ, നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രകാരം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവം ജീവനുള്ള ദൈവപുത്രനെ നമ്മൾ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് നമ്മൾ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി നമ്മൾ സ്നാനമേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നാണ്, ഇവിടെ ദൈവത്തോട് നമ്മൾ പറ്റിച്ചേരുവാണ്. അവിടെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ശിശുവായി തീർന്നു. നമ്മുടെ രക്തം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ആത്മീയ മനുഷ്യൻ അവിടെ ജനിക്കണേന്. ആ ജനനം മുതൽ പിന്നെ നമ്മൾ എന്താണ്? ഇപ്പം നമ്മൾ ആ ഒരു കുടുംബത്തിൽ ഭൗതികം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കുടുംബത്തിൽ അപ്പനമ്മയും വളർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ അപ്പനമ്മയായിക്കോളും നോക്കുന്നത്. അവർ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ നമുക്ക് കാണിച്ചത്, നമുക്ക് കൂടുതൽ സ്വാധീനം വരുന്നത് നമ്മുടെ അപ്പനമ്മയുടെ തന്നെയായിരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മളൊരു ആത്മീയതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഒരു ശിശുവായി നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അപ്പൻ്റെ സ്വഭാവം, അതായത് ദൈവത്തിൻ്റെ സ്വഭാവം, നമ്മുടെ സഹോദരൻ, അതായത് ക്രിസ്തുവിൻ്റെ സ്വഭാവം, നമ്മുടെ കുടുംബം അതായി. അവിടെ നമ്മൾ എങ്ങനെയാണ്? അവിടെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്വഭാവത്തെ നമ്മൾ വാർത്തെടുക്കണം. അതിനെ നമ്മൾ സഹായിക്കുന്ന ദാനമായി തന്നിരുന്ന ദൈവത്തിൻ്റെ വചനം, അത് വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തിലുള്ള ആശ്രയം, നമ്മൾ കൂടുതൽ വചനം പഠിക്കുക, ദൈവികദാസന്മാരോട് ഇടപഴകുക, അല്ലെങ്കിൽ ഒരു ആത്മീകമായ കുടുംബജീവിതം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഓരോ ദിവസം അവരെ പുതുക്കി ജീവിക്കുന്ന വിജയിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നമ്മൾ പിന്തുടരുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനെ, അതായത് ക്ഷമയോടെ ദൈവം കാത്തിരുന്നത് ഒരു ആത്മീയമായ ദൈവത്തെ,
അല്ലെങ്കിൽ യഥാർത്ഥമായ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ഉള്ള ഒരു ജനത്തെ കാത്തിരുന്നത് പോലെ നമ്മളെന്താണ് ഇന്ന് നഷ്ടപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിലേക്ക്, അതായിരിക്കണം പിന്നീട് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അവരെയും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ജഡിക ചിന്തയിൽ നിന്ന് അവരെ മരിച്ചു കിടക്കുന്നതിൽ നിന്ന് അവരുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, ദൈവത്തിലേക്ക് തിരിയാൻ തക്കവണ്ണം അവരിലേക്ക് നമ്മൾ ഈ ദൈവത്തിൻ്റെ യഥാർത്ഥമായ രക്ഷയെ പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതാണ് പിന്നീട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ദൈവത്തെ, ഇത് നമ്മുടെ സമർപ്പണ ജീവിതമാണ്. അപ്പം ദൈവത്തിലേക്ക്, അതായത് ഒരു ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മിൽ നിന്ന് അത് പിന്നെ തുടങ്ങുകയാണ്. ഒരു അടുത്ത ഒരു കുടുംബത്തിൽ ആ ഒരു മക്കളിൽ നിന്ന് പിന്നെ തലമുറകൾ പിന്നീട് മക്കൾ ജനിച്ചില്ല എങ്കിൽ, ഒരു വിവാഹങ്ങൾ നടന്ന് തലമുറ ആ ഒരു തലമുറ അവിടെ നശിഞ്ഞു പോകും, അവിടെ കട്ടായി പോകും അല്ലേ. ഇപ്പോൾ ഒരു കുടുംബം തുടങ്ങുമ്പോൾ അവർക്ക് ഒരു മക്കളുണ്ടായി, പിന്നെ ആ മക്കളിൽ നിന്ന് തുടർന്ന് സന്തതികളില്ല, അല്ലെങ്കിൽ തുടർന്ന് വിവാഹങ്ങളില്ല, മക്കളില്ല എങ്കിലെന്താണ്, അത് അവിടെ നിന്ന് ആ തലമുറ നശിഞ്ഞു പോകും, പേരുകളില്ലാതെ പോകും. അപ്പം നമ്മൾ ഈ ഭൗതികത്തിൽ നമ്മൾ നോക്കും എങ്ങനെയാണ് തലമുറകളെ വാർക്കുന്നത് എന്ന് പറയുന്നത് പോലെ, ഇന്ന് നമ്മൾ ക്രിസ്തീയ ഗോളത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ, ഒരു ദൈവത്തിൽ നിന്ന് ജനിച്ചൊരു വ്യക്തിയായി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു കുടുംബത്തിലേക്ക് നമ്മൾ ഭാഗമായി കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, നമ്മളും ഇതുപോലെ തന്നെ തലമുറകളെ വാർക്കുവാൻ, അടുത്ത ക്രിസ്തീയ തലമുറകളെ വാർക്കാൻ തക്കവണ്ണം നമ്മൾ തികവുള്ളവരായിട്ട് മാറും. ശിശുവായിട്ട് ഇരിക്കാതെ വളർന്ന് നമ്മളും എന്തായിരിക്കണം, അടുത്ത തലമുറയെ വാർക്കുന്നവരായിരിക്കണം, അടുത്ത സന്തതികളെ ഉളവാക്കുന്നവരായിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ഒരു ജനതയെ, സ്വന്തം ജനത്തെ രൂപാന്തരപ്പെടുത്തുക എന്നതായിരുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ശരിക്കും പറഞ്ഞ ആത്മീകമായ ചിന്ത. നമ്മളുടെ ജനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നത്തേലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെ മെനഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളെന്താണ്, നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തോട് ബന്ധം വന്ന് നമ്മളും അവൻ്റെ ജനതയായി, അവൻ്റെ സ്വന്തം ജനമായി തന്നെ അടുത്ത തലമുറകളെ വാർക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനാണ്, ആത്മാവിൽ ജീവനുള്ളവരായിരിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആരാധന വിഷയങ്ങൾ കുറച്ച് ചിന്തിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്